ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മിഡിൽ ഈസ്റ്റ് ഡെസേർട്ടായിട്ടുള്ള ഉമ്മലിയുടെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡെസേർട്ടാണിത്. അപ്പോൾ നമുക്കതങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ടെട്രാ പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫുൾ ക്രീം പാൽ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തിക്കായിരിക്കും. ഇനി ഈ പാലിലേക്ക് നമുക്കൊരു 5-6 ഏലക്ക, അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. പാൽ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ഉമ്മലി. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നല്ലപോലെ ഒന്ന് ചൂടായി ആ ഒരു ഏലക്കായുടെ അതുപോലെ തന്നെ പട്ടയുടെ ഒക്കെ ഒരു ഫ്ലേവർ നല്ലപോലെ പാലിൽ ഇറങ്ങി വരണം. അപ്പോൾ നല്ലപോലെ ചൂടായി കഴിയുന്ന സമയത്ത് നമുക്കിനിയിപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഏലക്ക അതുപോലെ പട്ടയൊക്കെ ഈ ഒരു പാലിൽ നിന്ന് എടുത്ത് മാറ്റണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് മധുരമുള്ള ഒരു ഡെസേർട്ട് അല്ലത്, എന്നാലും ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ മധുരത്തിനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രോസോണ്ടാണ്. ഇത് പ്ലെയിൻ ക്രോസോണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ പഫ് പേസ്ട്രീസ് ഉണ്ടല്ലോ അതെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് എടുക്കാം. പക്ഷേ എനിക്ക് ക്രോസോണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ക്രോസോണ്ട് ഓരോന്ന് 2-3 പീസൊക്കെ ആയിട്ട് കൈയിട്ട് ഇങ്ങനെ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ചൂടോടെ തന്നെ മുഴുവനായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്രീമാണ്. ഫ്രഷ് ക്രീമോ ഹെവി ക്രീമോ തിക്ക് ക്രീമോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത്. മേലെ ഇതുപോലെ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്രീമും കൂടെ വരുമ്പോൾ നല്ല റിച്ച് ആവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ്, നല്ല ക്രീമി ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പിസ്താഷ്യൂസും അതുപോലെ തന്നെ ആൽമണ്ട്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് സ്ലൈസ് ചെയ്ത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് കുറച്ച് നട്ട്സും അതുപോലെ ആൽമണ്ട്സും പിസ്താഷ്യൂസൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും മതി. എത്രത്തോളം ഇട്ട് അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി ഓവനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുമല്ലോ അതുപോലെ ചെയ്തെടുത്താൽ മതി ഗ്യാസിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാലും മതി, ഗ്യാസിൻ്റെ മേലെ വെച്ചാലും മതി. അതങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉമ്മലിയുടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം തണുപ്പിച്ച് കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.